മെസ്സിയെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ നടന്ന നികുതി വെട്ടിപ്പിൽ GSTയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. വകുപ്പിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശങ്ങളെന്ന സൂചന. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനടക്കം വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തൽ. തുടർ നടപടി എന്തെന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. പത്തനംതിട്ട കുമ്മനാട് 75-കാരുടെ മരണം കൊലപാതകമെന്ന പോലീസ്. മരിച്ചത് കുമ്മനാട് സ്വദേശി പൊന്നമ്മ തോമസ്. മകൻ ഡിജോ തോമസും സുഹൃത്ത് റിൻസിയും അറസ്റ്റിൽ. കൊലപാതകം ഇരുവരും തമ്മിലുള്ള വഴക്കിനിടെ പൊന്നമ്മ ഇടപെട്ടപ്പോൾ പൊന്നമ്മയുടെ നെഞ്ചിൽ തുടിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തെന്ന പോലീസ്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ആസ്തി മൂല്യം തിട്ടപ്പെടുത്താൻ സർക്കാർ മൂല്യനിർണ്ണയത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കും. IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ MG രാജമാണിക്യം സർക്കാരിന് വിശദമായ രൂപരേഖ സമർപ്പിക്കും. നീക്കം ശബരിമല സ്വർണ്ണ കവർച്ചയുടെ അടക്കം പശ്ചാത്തലത്തിൽ. കായൽപ്പരപ്പിലെ തുഴ ആവേശത്തിനൊരുങ്ങി പുന്നമട. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജലോത്സവത്തിനായി ഓളപ്പരപ്പുകളിൽ ഇറങ്ങുന്നത് 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ൽ പരം വള്ളങ്ങൾ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ആൻഡീസ് മലനിരകൾക്ക് സമീപം 99 കിലോമീറ്റർ ആഴത്തിൽ. ഗുരുതരമായ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.